ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് യുപിയിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിത്തുവിനോടൊക്കെ ബൈ ബൈ പറയാൻ വേണ്ടി വന്നാൽ ഞങ്ങളിവിടെ. അപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. കുഞ്ഞാറ്റനെ ഇവിടെ നിർത്തുക കേട്ടോ. ഞാൻ നിൽക്കുമല്ലേ, നമ്മൾ ശല്യപ്പെടുത്താൻ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സൂചിച്ച് പോകണ്ടാന്ന്. ജിത്തു, നിങ്ങൾ മെയ് മാസമല്ലേ നാട്ടിൽ വരുന്നത്? അപ്പൊ അങ്ങളെ ശരി എന്നാ ബൈ. ആയിക്കോട്ടെ. സ്പെഷ്യൽ ഇവിടെ കിട്ടാത്ത സാധനം ഞങ്ങൾ വരട്ടി വെച്ചേക്കാം. ഇവിടെ പക്ഷെ കിട്ടും അങ്ങനെയല്ല, ഇവിടെ കിട്ടാത്തത് ആകെ മീൻ മാത്രം. മീന് നല്ല കടൽ മീൻ അല്ലേ? എല്ലാരും വിചാരിക്കും വേറെ സാധനം കിട്ടില്ല, പക്ഷെ കിട്ടും. നല്ല ഫ്രഷ് സാധനം കിട്ടും. ഇപ്പൊ നമ്മുടെ നാട്ടിലും വിലയും കൂടി. 400 ആയി. പുള്ളി ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോറി ഇറക്കിയതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ അതിന് ഭയങ്കര വിലയും കൂടിയായി. എത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നു അത്രത്തോളം വില കുറച്ച് ഞാൻ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ വില കൂടും, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കഴിക്കണമെന്ന് ഇങ്ങോട്ട് പോലെ ഇവിടെ കിട്ടും. അതെ, വരട്ടി അടിക്കുക. കോക്കോ പോട്ടെ, ടാറ്റാ. കോക്കോ ഞങ്ങള് അന്ന് വന്ന പരിചയം എത്ര, 2 വർഷമായോ? 2 വർഷത്തിന് മുമ്പ് ഞങ്ങൾ വന്നു കേട്ടോ. ആ പരിചയം ഇപ്പോഴും പുള്ളിക്കുണ്ട്. പുള്ളി നമ്മളെ ഉപയോഗിക്കാനും ഇല്ല, പുള്ളി നമ്മുടെ അടുത്ത് കളിച്ച് തിരിച്ച് നടക്കുക. അതെ, ഈ സ്കൂളിന്റെ മൊത്തം വണ്ടിയിൽ വിളിച്ച് കയറ്റുവാണി വണ്ടിയിൽ വരും. ഇവന്മാരെ ഇങ്ങനെ പറഞ്ഞ് തിന്നത് സാധനം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. ഏറ്റവും കൂടുതൽ സാധനം ഇവിടുന്നാണ് കയറ്റി വിടുന്നത്. ഇവന്മാര് കഴിക്കാൻ തുടങ്ങി ഈ സാധനത്തിന് വില കൂടും. അപ്പൊ ഇവരുടെ എക്സ്പോർട്ടിങ് പരിപാടി നടക്കത്തില്ല. ഇത് ഇവിടെ ബുദ്ധിയിൽ അതുമാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് അതാ പറയുന്നത്, എത്രത്തോളം പ്രശ്നം ഉണ്ടാവുന്നു അത്രത്തോളം വില. നേരത്തെ 150 രൂപ, 150. ഓ, 150 രൂപയ്ക്കൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടേ ഡബിള് വിലയാ. നിങ്ങൾ 450 രൂപയ്ക്ക് ഇതിന്റെ നെയ്യും സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങിക്കണം. ഞങ്ങൾ പറയുന്ന സ്ഥലം അതായിരുന്നു. ഒരു കഷ്ണം നെയ്യുണ്ട്, അടുത്ത മാസം 10 രൂപ കുറച്ച് കൊടുക്കും. ഇതെന്താ കുഞ്ഞാറ്റക്ക് എന്താ പറ്റിയേ? ചെരുപ്പിൽ എന്തുണ്ട്? ഇപ്പൊ എല്ലാം കറക്റ്റ് ആവും. ഇപ്പൊ ശരിയായി. എന്താ കുഞ്ഞാറ്റേ? കുഞ്ഞാറ്റയുടെ മുഖം ഇങ്ങനെയായി, ഇങ്ങനെ കാണാറില്ലല്ലോ. എന്താണ് ഇവിടെ നിക്കണോ? അല്ല ആൻസി, കുഞ്ഞാറ്റക്ക് വിഷമാണ്. കുഞ്ഞാറ്റ നിന്നോട്ടെ, 2 മാസം കഴിയുമ്പോൾ ഇവര് നാട്ടിലേക്കല്ലേ വരുന്നേ അല്ലേ? അപ്പൊ ഒരു ബേഗിൽ വല്ല ഇട്ട് കൊണ്ടുവന്നാ മതി. ടീച്ചറൊക്കെ വന്നു കുഞ്ഞാറ്റയോട് സംസാരിക്കുക കേട്ടോ. കുഞ്ഞാറ്റ ഇവിടുത്തെ ഫാനാണ് അല്ലേ? ഇവിടുത്തെ എല്ലാവരുടെയും ഫാൻ ഹൗസ് ഫുള്ള് കുഞ്ഞാറ്റക്ക് കിട്ടിയപ്പോ. നമ്മളൊക്കെ ഫുള്ള് പുറത്താണല്ലോ ദൈവമേ. ഈ യാത്രയിൽ മൊത്തം നമ്മളും ഔട്ടല്ലേ. ജിത്തുനൊക്കെ ടാറ്റ അറിയാം. ജിത്തുനൊക്കെ സങ്കടമായി. ഇവാനി സങ്കടം പിടിച്ച് പോലും പോയിട്ടില്ല പാവം. ടാറ്റ. നമ്മുടെ കോക്കോ കണ്ടോ? കോക്കോ വഴിമാറി നിക്കുവാണേ. പുള്ളി ചിത്തൂരിന്റെ അടുത്തേക്ക് ഓടി. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഒരാഴ്ചത്തെ പര്യടനം കഴിഞ്ഞ് പോവാണ്. പറ്റിക്ക് അറിയാം എന്ന് പറയുമ്പോ അറിയാം എന്ന് പറയണം. വേറെന്താ പറയണമെന്ന് തോന്നുന്നു. പട്ടിക്ക് അറിയാം. പിന്നെ അറിയാം. സങ്കടായി. നമുക്ക് പോവാല്ലേ? അല്ല പിന്നെ കുഴപ്പമില്ല, 2 മാസം കഴിയുമ്പോ അവര് വരും, നാട്ടിലേക്ക് വരും. മെയ് മാസം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഫുള്ളാക്കിയിട്ട് എണ്ണ ഫുള്ളാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടു. ഇവിടെ വേറൊരു കോമഡി. ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഫുള്ളാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വണ്ടിയിൽ എത്ര എണ്ണയുണ്ട്? ഞാൻ എന്തിനായിരിക്കും ഫുള്ള് അടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടെ 3000 അടിച്ചിട്ട് അതിനുള്ള അടിക്കുക. 3000-നൊന്നും കേറൂല. അപ്പൊ 3000-ൽ കേറി പുള്ളി എന്ത് ചെയ്യും? അതിൽ വെച്ച് നിർത്തും. എന്നിട്ട് നമ്മള് പൈസ കൊടുക്കും. എത്ര അടച്ചതെന്ന് വെച്ചാൽ ആ പൈസ കൊടുക്കും. ബുദ്ധിപരമായിട്ടുള്ള നീക്കാല്ലേ? ഭയങ്കര ബുദ്ധിയാണല്ലേ. ഇപ്പൊ തന്നെ 10 ലിറ്റർ ആയി. ഇപ്പൊ മിക്കവാറും ഇപ്പൊ തന്നെ ഫുള്ളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ചല്ലേ. ഇപ്പൊ എത്ര രൂപയാ? 95 രൂപ 47 പൈസ. ഓ, 95. ഇവിടെയൊക്കെ ഭയങ്കര കുറവാല്ലേ? 100-ൽ അടിച്ചടിച്ചടിച്ച് 95-ൽ ആദ്യമായിട്ട് അടിക്കപ്പോ. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ ഫുള്ളാക്കി കേട്ടോ. മാക്സിമം ചേട്ടൻ അടിച്ചടിച്ച് 2200 വരെ എത്തിച്ചു. അതെ, ശരിക്കും അത്രയും കേറൂലായിരുന്നു. പുള്ളി അടിച്ചടിച്ച് കയറ്റിയതാന്ന് തോന്നുന്നല്ലേ. തള്ളി കയറ്റിയതുപോലൊക്കെ കയറ്റി. അപ്പൊ നമ്മളിങ്ങനെ UP കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. UP പോലീസ് ആണല്ലോ മുന്നേ പോകുന്നേ. ഹെൽമെറ്റ് കിട്ടുന്നുണ്ടല്ലോ. സാധാരണ അങ്ങനെ കാണാറില്ലോ. അല്ലല്ലോ. ഇച്ചിരി പുള്ളി ഇച്ചിരി മര്യാദയുള്ള പോലീസാന്ന് തോന്നുന്നു അല്ലേ?
എന്തായാലും നമുക്ക് വേഗം വിടാം അല്ലേ? നല്ല സ്ട്രെയിറ്റ് വഴി ആയതുകൊണ്ടേ അത്യാവശ്യം ഓടാൻ പറ്റും എന്നതാണ് ഞങ്ങളുടെ അല്ല അത് പക്ഷെ ഈ റോട്ടിൽ നിന്ന് ഇറങ്ങണം. ഇത് എത്ര സ്ട്രെയിറ്റ് ആന്ന് പറഞ്ഞാൽ ഈ വണ്ടിത്തിരക്ക് കാരണം നമുക്ക് വിടാൻ പറ്റില്ല അല്ലേ? അതാണ് മെയിൻ വിഷയം. വഴിക്ക് വീതി കുറവല്ലേ? അത് മാത്രല്ല ഈ ഇങ്ങനത്തെ മുന്നിൽ പോകുന്ന വണ്ടികൾ കണ്ടില്ലേ, ഇങ്ങനത്തെ വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് കുറെ നേരം നമ്മള് ഡിലേ ആയിക്കൊണ്ടിരിക്കും. അതെ, നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ റോട്ടിൽ കൂടി പോവും. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടില് മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. പക്ഷെ അതെ, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ല. എല്ലാരും പറയും സംസാരിക്കാൻ ടൈം കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾക്കാണ് അവസരം തരാത്ത. ഞങ്ങള് വായ അടച്ചിരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കില്ല. അവളൊരു ഫുൾ വീഡിയോ വേണമെങ്കിൽ അവള് തന്നെ തികയ്ക്കോ. അതാണ് അവസ്ഥ. ഞങ്ങള് UP-യുടെ ഒരു എന്താ പറയാ നാടൻ പ്രദേശത്ത് കൂടി ആയിട്ടോ ഞങ്ങൾ വഴി അങ്ങോട്ട് തിരിച്ചു കയറ്റി വിട്ട് ഞങ്ങക്ക് പണി കിട്ടി. ഇതൊക്കെ ഈ വീട് കണ്ടോ ഏട്ടി? പഴയ കാലത്തെ അതെന്തെങ്കിലും ആലയോ അങ്ങനെ എന്തെങ്കിലും? ആലല്ല, അത് വീട് തന്നെയാണ്. അത് ആലയല്ല, അത് വീടാ. ഇതൊക്കെ വീടുകളാ, ഇതൊക്കെ വീടാ. അതിനുള്ളിൽ കിടക്കുന്നുണ്ട് ആൾക്കാര്. രസം വേറൊന്നൊരു കാര്യം ഞാൻ പറയട്ടെ, പകല് ഇവിടെ ഭയങ്കര ചൂടാണ്, രാത്രിക്ക് തണുപ്പുണ്ട്. പക്ഷെ ഒരു മാസം ഒരു 10-20 ദിവസം കൂടി അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ രാത്രിക്കും പകലത്തെ പോലെ തന്നെ ചൂടാണ്. രാത്രിക്ക് വെയിലില്ല ഇവിടെ. എനിക്ക് വന്നെന്താ അറിയട്ടെ, ഇവിടെ തണുപ്പ് വന്നാ ഭയങ്കര തണുപ്പ്, ചൂട് വന്നാ ഭയങ്കര ചൂട്. അപ്പൊ അവർക്ക് AC കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവർക്ക് പറ്റില്ല, അങ്ങനത്തെ ചൂട്. അപ്പൊ ആ കുഞ്ഞു വീടുകളിലൊക്കെ താമസിക്കുന്നവര് എങ്ങനെ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചൂട് കുറവുണ്ടാവും. ബാക്കിയുള്ള മാർക്ക് വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂട് കുറവായിരിക്കും. പിന്നെ അവർ ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു തരം AC വെച്ചത് സാറില്ലേ, കൂളർ. അത് എല്ലാ വീട്ടിലുണ്ട്. ആ കുഞ്ഞു വീട്ടിലും ചിലപ്പോ കാണും. ടെമ്പിൾ ആണ്, മന്ദിർ. ഇവിടെ ഇല്ലേ എല്ലാ ഗാവുകളിലും ഒരു കുഞ്ഞു ഒരു ടെമ്പിളുകൾ ഇത് എന്തായാലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോഴേ എന്താല്ലേ, നമ്മുടെ കേരളത്തെക്കാൾ ഒരു 10-20 വർഷം പുറകോട്ടാണ്. അതാണ് മെയിൻ ഒരു സംഭവം. നമ്മുടെ കേരളവും ഇതൊന്നുമായിട്ട് ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാണാനൊക്കെ ഉണക്കാൻ വെച്ചേക്കും, എന്നിട്ട് കത്തിക്ക് പോരത് തണുപ്പ് കാലത്ത്. കുഞ്ഞാറ്റയ്ക്ക് നമുക്ക് ഈ യാത്രയ്ക്ക് ഒരു മെയിൻ ഒരു ഗുണം എന്താ അറിയോ? കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സാധനങ്ങൾ തിരിഞ്ഞായിരുന്നു കുഞ്ഞാറ്റ പറഞ്ഞുകൊണ്ടിരുന്നത്. ചൂട് അതെ, അതൊക്കെ തിരിഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ലെവലായി നമ്മുടെ മുത്തുമണീന്റെ വഴി. വെറും അലമ്പ് വഴിയായല്ലേ. വഴിനെ കുറിച്ച് കൊറേ പൊങ്ങച്ചം പറഞ്ഞ് ലാസ്റ്റ് കുഴി മാത്രം കിട്ടിയ വഴി. ഇനി ഹൈവേ കയറുമ്പോ നല്ല വഴിയായിരിക്കും. ഹൈവേയിൽ എത്തണം. വരുന്നൊരു നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. പുതിയ ഈക്കോയാണല്ലോ. ആണോ? നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത കൊണ്ടായിരിക്കും. പക്ഷെ കണ്ടിട്ടൊരു പുതിയ വണ്ടിന്റെ ലുക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ എങ്ങനെ ലുക്ക് ഉണ്ടാവും? ഈ പൊടിയല്ലേ ഇവിടെ ഒരു പ്രത്യേക ഒരുമാതിരി പൊടിയാലേ. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കിടക്കുന്നത്, ലെഫ്റ്റിലും റൈറ്റിലൊക്കെ കിടക്കുന്നേ ഇതാണ് ഷെയർ ഓട്ടോസ് ആണ് ഇവിടുത്തെ. ഇവിടെ ആരും അങ്ങനെ ഓട്ടോ വിളിച്ചൊരു യാത്ര ചെയ്യൂല, കാരണം ഷെയർ ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രം അങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും. അതെ, എല്ലായിടത്തും കൂടി ഷെയർ ഓട്ടോ പോകും. പിന്നെ എന്തിനാണ് ഈ ഓട്ടോ വിളിക്കുന്നത്? ഒരാവശ്യമില്ല. അപ്പൊ നമ്മള് ഹൈവേയിൽ എത്തിയല്ലോ. മോനെ എന്റെ കാല് തട്ടിയതാ വണ്ടീന്റെ ക്ലച്ചയില്. സൗണ്ട് എന്ത് സൗണ്ടാ? ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? പച്ചക്കറിയും സാധനങ്ങളൊക്കെ. ഇത് മാവു ഗോരഖ്പൂർ റോഡാണല്ലോ. ആണോ? പിന്നെ അവിടുന്ന് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെന്താ ഇങ്ങനെ കയറ്റിയത് അറിയില്ല. ഗൂഗിൾ അമ്മച്ചി നമ്മളെ മുമ്പിൽ കിടന്ന് കളിക്കുക. എന്താ കളിക്കുക? ശരിയാ, നമ്മള് വന്ന വഴിയൊക്കെ അല്ലേ. നല്ല വഴി ഇങ്ങ് പോന്നാ മതിയായിരുന്നു. വെറുതെ ചിലപ്പോ ഒരു 2 കിലോമീറ്റർ ലാഭം ഉണ്ടാവും. അതിനായിരിക്കും നമ്മൾ ഇതിലെ കയറ്റിയത്. ആ കട്ടറിൽ കൂടി കയറിയപ്പോ ആ ലാഭം പോയി കിട്ടി. ഇവിടെ കുറെ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇറങ്ങിയാലോ? മണ്ഡപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. നമ്മുടെ നാട്ടിലെ കൂട്ട് ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടല് കുറവാണ്. അങ്ങനെയൊന്നും കിട്ടില്ല ഇവിടെ. സാബ്ജി അതെ, ഈ ഫ്രണ്ടിൽ പോണ വണ്ടി ഉണ്ടോ? ഇതേപോലത്തെ എന്തോ ഒരു ഫംഗ്ഷന് പോകുന്ന വണ്ടിയാ. കൊട്ടാനൊക്കെ പോകുന്നവരായിരിക്കും. കൊട്ടാനല്ല, അതില് പാട്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് ഒച്ചപ്പാടും ബഹളമായിട്ട്. രണ്ട് സൈഡില് ഫുള്ള് ഫ്രൂട്ട്സും അതൊക്കെ തന്നെയാണല്ലോ. ഇവിടെ കിവി കൊറേ ഉണ്ടോ? കിവി കൃഷി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെ കൊറേ കിവി ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ, കണ്ടമാനം കിവി. കൊച്ചു കണ്ടില്ലേ കിവി? കൊച്ചു കാണാത്തതിന്റെയാ. ഇവിടെയൊക്കെ കൊറേ ഫ്രൂട്ട്സും കാര്യങ്ങളും അതും ഇതൊക്കെ കേട്ടോ. കുഴപ്പമില്ല. 3 കിലോമീറ്റർ കഴിയുമ്പോ ഇവിടുന്ന് ഇറങ്ങണോ?
തേങ്ങയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലത് മേടിച്ചോണ്ട് നമ്മൾ ചീഞ്ഞതായിരിക്കും, കൂടുതലും ചീഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അയ്യോ, അന്ന് അങ്കിൾ അവിടെ വീട്ടിൽ മേടിച്ചിട്ട് ആദ്യം പോയി ഒരെണ്ണം മേടിച്ച്, അത് ചീഞ്ഞത്. പിറ്റേ ദിവസം പോയി മേടിച്ച്, അതും ചീഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി തരുമെങ്കിലും ചെയ്യും. ഇത് അതൊന്നുമില്ല, വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റോട്ടിൽ കയറിട്ടോ. വാരണാസി റൂട്ടാണ് കേട്ടോ ഇത്. വാരണാസിക്ക് ഒരു 120 കിലോമീറ്റർ കഴിഞ്ഞാൽ വാരണാസി എത്തും കേട്ടോ. പക്ഷെ നമ്മൾ വാരണാസി എത്തൂല, അതിന് മുമ്പ് നമ്മൾ തിരിയും. നമ്മള് വാരണാസി ടച്ച് ചെയ്യാതെ പോകും. നമ്മള് വാരണാസിന് മുന്നേ പോയിട്ടുള്ളതാണല്ലോ. അതെ, അതുമല്ല ഇനി നമ്മൾ പോയാൽ കൊച്ചിന്റെ കാര്യം അവതാളത്തിലാവും. അതെ, ഇപ്പൊ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. ഒരാഴ്ചയൊക്കെ അവിടെ നിന്നപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയി. അപ്പൊ നമുക്കത് പറ്റില്ല. നമുക്കിനി വിട്ടടിച്ച് വേഗം പോയാൽ പറ്റുള്ളൂ. കാരണം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മളിനി 1-ാം തീയതി ഒന്നും എന്തായാലും എത്തൂല. 1-ാം തീയതി ഞായറാഴ്ചയാണ്. പക്ഷെ 1-ാം തീയതി തന്നെ നമ്മൾ അവരൊരു കണക്ക് പറയണ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്ര എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോ 1-ാം തീയതി ആയാലും 2-ാം തീയതി ആയാലും നമ്മൾ എത്തൂല. സൈഡിലൊക്കെ വേസ്റ്റ് ഇട്ടേക്കുന്നുണ്ടോ? ഇവിടെ പിന്നെ യുപിയുടെ ഒരു സ്വന്തം സ്വത്താണ് അതൊക്കെ. കയ്യൊപ്പ് പിന്നെ മുറുക്കി തൊപ്പി ഇടുക, അതൊന്നും നമ്മുടെ കേരളത്തിൽ അതൊന്നും നടക്കൂല. ഹരിതകർമ്മസേനയൊക്കെ വന്നിരിക്കുന്ന അതിനൊക്കെ വേണ്ടിയിട്ടാണ്. റോട്ടിലൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും. നമ്മുടെ ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞാൽ ബത്തേരിയെ പോലെ ഒന്നും എവിടെ നടക്കില്ല. ഇച്ചിരി അവിടെ ഇവിടെ കിടക്കും. ഇതുപോലെ കൂന കൂട്ടി ഇവിടെ ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. രാവിലെ ആന്റി ചിക്കൻ കറി തന്നു വിട്ടിട്ടുണ്ട്. ചിക്കൻ കറിയും ചോറും ചിക്കൻ വറുത്തത്, ചപ്പാത്തി ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ്. രാത്രിക്കത്തേക്ക് വരെയുള്ള സാധനം ഉണ്ട് അല്ലേ? നേരത്തെ കൂടെയൊക്കെ ആണോ? കുഞ്ഞാറ്റ് ഇത്ര നേരം നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ. അവിടെ ചെന്നതിന് ശേഷേ പകലുറക്കെന്ന് പറഞ്ഞ പരിപാടി കുഞ്ഞാറ്റിക്കില്ല. കുഞ്ഞാറ്റ് അവിടെ അങ്കിളെ വിളിച്ച് നടക്കും. ജിത്തുവിനെ ഇങ്ങനെ വിളിച്ചു അങ്കിളെ അങ്ങനെ വിളിച്ച് പുറകാലം ഇങ്ങനെ നടക്കും. ജിത്തുവിനൊന്നും ശീലമില്ലാത്ത പരിപാടിയും കൂടിയാണ്. കാരണം ചെറിയ പിള്ളേരെ പുറകാലം നടക്കാൻ അറിയില്ലല്ലോ. പക്ഷെ അതിങ്ങനെ പുറകാലം വിളിച്ചോടി നടക്കും. വണ്ടിയിൽ കുറേ ദിവസം കൂടി ഇരുന്നോണ്ടാണ് ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യ. തുടങ്ങി ഒരു 10-80 കിലോമീറ്റർ പോലും പോകുന്നിട്ടില്ല അല്ലേ? വിശപ്പ് തുടങ്ങി. അന്നേരത്തേക്കും വിശപ്പ് അങ്ങനെ വിളി തുടങ്ങി. വെള്ളം വേണോ? തരാമേ. അതിൻ്റെ സൂപ്പറാ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേഗം കഴിക്കാം അല്ലേ? അപ്പോൾ അതായത് ചോറൂണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചപ്പാത്തിയിൽ പിടിക്കാം അല്ലേ? ചിക്കൻ വറുത്തതും ഇതുണ്ടോ? നല്ല അടിപൊളി ചിക്കൻ വറുത്താട്ടോ ആൻറ്റീൻ്റെ അല്ലേ? ഇത് വേണേൽ ചിക്കൻ വറുത്ത് വേണേൽ തീർത്തിട്ട് പോകണോ? രാത്രിക്ക് വേണ്ട അല്ലേ? ഇതിൻ്റെ കൂടെ പൊറോട്ട വേണമായിരുന്നു. വിചാരിച്ച് കഴിക്കണം അല്ലേ? സൂപ്പർ. പിന്നെ വേഗം കഴിക്കാം നമുക്ക്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് പോവാം. നല്ല അടിപൊളി വെയിലാണ്. ബിസ്ക്കറ്റ് എങ്ങനെയുണ്ട്? അതിൻ്റെ പുറത്തുനിന്ന് കാണിക്കുക. ബട്ടർ ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് 5 രൂപ. 5 രൂപയിൽ 10 ബിസ്ക്കറ്റ് കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ബിസ്ക്കറ്റ്. ഇതിനെ പാക്കറ്റ് ആയിട്ട് കിട്ടും 5 രൂപേന്റെ. ഇങ്ങനത്തെ അല്ല, വേറൊരു പാക്കറ്റില് കുറേ എണ്ണം അങ്ങനെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പോവാം. കുഞ്ഞാ ഫുഡൊക്കെ കഴിച്ചില്ലേ? പോവല്ലേ? അപ്പൊ അങ്ങനെ നമ്മള് വാരണാസി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാരണാസി എത്തിട്ടോ. ഇനി വാരണാസിന്ന് നമ്മൾ തിരിയാണ്. വാരണാസി ടൗണിലേക്കും കാര്യങ്ങളൊന്നും നമ്മൾ പോവില്ല, അല്ലാണ്ട് ഈ സർക്കിൾ തിരിഞ്ഞ് നമ്മൾ പോണം അല്ലേ? ഈ മേളിലുള്ള വഴിയിലാണ് നമ്മൾ കേറണ്ടേ. ആ മേളിത്തെ വഴി കേറിയാൽ നമ്മൾ മധ്യപ്രദേശിലേക്ക് ചാടും. ആ വഴി എന്തായാലും അടിപൊളി വഴി ആയതുകൊണ്ട് സമാധാനം ഉണ്ട്. 120 കിലോമീറ്റർ നമ്മളിപ്പോ പാസ്സായി. അതെ,
120 കിലോമീറ്റർ പോകുന്ന അറിഞ്ഞിട്ടേ ഇല്ല. 120 ഒന്നല്ല, അതിന്റെ മേളില് പാസ്സായി. ആണോ? നമ്മൾ 267 സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ 150 ഉള്ളൂ. ആണോ? ആ യെസ്. അങ്ങനെ ആ വഴിയിലേക്ക് നമ്മൾ കയറും. ഇതിന്റെ നടുക്ക് കൂടി ഇങ്ങനെ പന ആദ്യമായിട്ട് കാണുമല്ലേ, പനേന്റെ ഒരു ടൈപ്പ്. അതുപോലെ പൂക്കള് കണ്ടോ, നല്ല ഭംഗി. മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവറാ. ബോഗൺവില്ല അടി. പ്ലാസ്റ്റിക് ഫ്ലവർ അല്ല, സോറി, ബോഗൺവില്ല. പ്ലാസ്റ്റിക് വില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഈ മരമാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ദൂരെ വരെ ഉണ്ട്. അതെന്താന്നറിയോ? വാരണാസി ആയതുകൊണ്ടാ. നമ്മള് വാരണാസി കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. വാരണാസി, വാരണാസി കൂടിയാണ് ഇപ്പൊ യാത്ര ചെയ്യുന്നത് അല്ലേ. ലക്നൗ നേരെയാണല്ലോ, അപ്പൊ ലക്നൗ വഴിയാണ് പോവാ. അല്ല, ഈ വഴിന്ന് നമ്മൾ ഇറങ്ങും. അതാണ് ലക്നൗ നേരെന്ന് കാണിക്കുന്നത് അല്ലേ. അടുത്ത നമ്മൾ ഇതിനകത്ത് ഇറങ്ങി വേറെ ഏതെങ്കിലും കയറ്റുമായിരിക്കും. ഇതൊക്കെ തൽക്കാലാശ്വാസത്തേക്ക് നമ്മൾ ഇങ്ങനത്തെ വഴി കയറ്റുന്ന. നമുക്കൊരു സമാധാനം എന്താ അറിയോ, ഓൾമോസ്റ്റ് എല്ലാ ഹൈവേയിലും നമുക്ക് കേറാൻ പറ്റുന്നുണ്ട്. അതെന്താ, ഇച്ചിരി വീതം കേറുകയാണെങ്കിൽ പോലും എല്ലാ ഹൈവേയിലും കേറുന്നുണ്ടെന്നുള്ളൊരു സമാധാനം ഉണ്ട്. ഇതൊക്കെ നോക്കി ഭംഗി നോക്കി, നല്ല അടിപൊളി ഫുള്ള് പൂക്കള് അല്ലേ. ഇനി അങ്ങോട്ട് ഭംഗി കുറയും. എന്താ, രാത്രിക്ക് ഉറങ്ങാൻ നേരത്ത് വെയിലല്ലേ, ചൂട് നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം. അത് കണ്ടോ, ആ മുമ്പിൽ കാണുന്നതേ യുപിയിലെ ഒരു വലിയ സ്റ്റേഡിയം പണി നടക്കുന്ന. പണിയൊന്നും ആയിട്ടില്ല, വലിയ സ്റ്റേഡിയം ആണല്ലോ. പണ്ടൊക്കെ സ്റ്റേഡിയം വരുന്നത് കണ്ടോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നീ ഒരു ഒന്നിലും അല്ല ഇട്ടേ? അല്ല, ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ. നീ വൈഡാണോ ഇട്ടേക്കുന്നത്? അല്ല. എത്രയിലിട്ടേക്കുന്നത്? ഞാൻ 0.6. എന്റെ ആൻസി, അത്ര അകലെയുള്ള സാധനം നീ 0.6 എന്താ കാണുക? ഇവിടുന്ന് കാണാലോ. എന്ത് കാണുന്നുണ്ടല്ലോ. അത്ര ഒന്നും കാണുന്നൊന്നുമില്ല. അത് ചുമ്മാ കച്ചറ ഉണ്ടാക്കാൻ വരുവാ. കച്ചറയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ. അത് കാണുന്നുണ്ടോ നിനക്ക്? എനിക്ക് കാണുന്നുണ്ട്. നിനക്ക് കാണാം, പക്ഷെ കാണികൾക്ക് കാണുമോ? കാണും, കോപ്പ് കാണും. അപ്പുറത്തെ സൈഡിലേക്ക് നോക്കും. സ്റ്റേഡിയവും അതിന്റെ ഓഫീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൊള്ളാം. ഇപ്പൊ കാണികൾക്ക് കാണത്തില്ലേ? ഇപ്പൊ കാണാം. ഞാൻ വേറെ കാര്യം പറയട്ടെ. പൊളിച്ചതാണോ? അല്ലല്ല, പുതിയത് വരുന്ന. പറ. പലരും നമ്മുടെ അടുത്ത് പറഞ്ഞേ നമ്മൾ ഈ റൈറ്റ് സൈഡ് ചേർന്ന് പോകരുത്. നമ്മളിപ്പോ ഒരു 70-75 പോകുന്നത്. ഞാൻ അതുകൊണ്ടല്ല ഇപ്പൊ റൈറ്റിലേക്ക് കയറിയത്. ഇവിടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൂടി ലോറിക്കാർ പോകില്ല. പോയാൽ അപ്പൊ ഫൈൻ അടിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാ ലോറിക്കാരും പോകുന്നു റൈറ്റ് സൈഡിൽ കൂടി. ഭയങ്കര സീനാണ് ഇവിടെ. എല്ലാം തലതിരിഞ്ഞാണ്. നമ്മള് താഴെ ഇറങ്ങിയെന്നാണോ അമ്മച്ചി പറയുന്നത്? നല്ല അമ്മച്ചി ഒരു വഴി പറഞ്ഞു തരുമ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന യുപിയിലെ ഒരു ടൗണിൽ കൂടിയാണ് കേട്ടോ. പേര് ചോദിക്കരുത്, കാരണം അമ്മാതിരി പേരുകളൊക്കെയാണ് ഇവിടുത്തെ പേരുകൾ. വായിച്ചിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് വായിക്കാതെ പെട്ടെന്ന് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല തിരക്കുണ്ടല്ലേ. നമ്മളാ ബ്രിഡ്ജിന്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാണല്ലോ. അല്ല, നല്ലൊരു വഴി നിങ്ങൾ ഇറക്കി. സമാധാനായല്ലോ, അമ്മച്ചിക്ക് സമാധാനായി. അതെ, ഡൽഹി റൂട്ടാണത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇറക്കിയത്. അമ്മച്ചീനെ അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ കൂട്ടം പറയുമ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു തരില്ല, മനസ്സിലായോ? പുള്ളിക്കാരി നമ്മള് പോകുന്ന വഴി കൂടെ അല്ലേ നമ്മളെ വിടത്തുള്ളൂ, അല്ലാത്ത വഴി കൂടെ വിടുവോ? ചാണാൻ ഉണക്കി വെച്ചേക്കുന്നുണ്ടോ? അത് ഇവിടുത്തെ ഒരു ശൈലിയാണല്ലേ മൊത്തം. അതെ, മൊത്തം ചാണാൻ ഉണക്കിയത്. അങ്ങനെ പണി പാളിയല്ലേ? ഏതാണ്ട് പാളി. കുറച്ച് നേരത്തേക്ക് ഇവിടെ കിടക്കാം. ട്രെയിൻ പാളാണ് കേട്ടോ. ട്രെയിൻ വരുന്നുണ്ട്. വെയിലടിക്കുന്നുണ്ടല്ലോ ഫ്രണ്ടിൽ നിന്ന്. എല്ലാ വെയിലും, അതും കരിഞ്ഞു പോണ സൈസ് വെയില. ഇതിനു മുമ്പ് നമ്മൾ പോയ സെയിം റൂട്ടാണിത്. നമ്മള് വെള്ള നാനോയിൽ വന്നപ്പോ ഇവിടെ ഈ റൂട്ട് പോയി. ഇവിടെ ബേക്കറി ചായക്കടയിൽ ഇറങ്ങി ചായ കുടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും ഞാൻ അത് ഓർക്കുന്നു. ഞാൻ പക്ഷെ ഓർക്കുന്നില്ല. ഇല്ല. ട്രെയിൻ വരുന്നോടെ വരെ ഇവിടെ വെയിറ്റ് ചെയ്യാലോ. പക്ഷെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിപ്പോ അങ്ങോട്ട് പോകുന്ന വൺ വേ മാത്രമൊന്നുമല്ല. അപ്പുറത്തെ സൈഡിൽ കൂടി വണ്ടികൾ ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഇത് അങ്ങോട്ട് കൊണ്ടേ കയറ്റി വെക്കുക, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടേ കയറ്റി വെക്കുക. അപ്പൊ എങ്ങനെയാ അത് ശരിയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തമ്മിൽ ശരിയായിക്കോളും. അല്ല, ഇവിടെ അങ്ങനെ വണ്ടി തട്ടിയാലും ഒന്നും മിണ്ടിയല്ല. ജസ്റ്റ് ഇങ്ങനെ പോകും, അത്രേ ഉള്ളൂ.
അങ്ങനെ ട്രെയിൻ വന്നു പോയപ്പോൾ മൊത്തത്തിൽ കച്ചറയായിട്ടോ. കാരണം ആ വഴി ഈ വഴിയൊക്കെ കൂടെ ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള ഗ്യാപ്പില്ല, എല്ലാ എണ്ണം കേറിയേക്കും അങ്ങോട്ട്. എന്താ അങ്ങനെയും കുറെ മനുഷ്യന്മാര്. നല്ല വെയില. നമ്മുടെ ഈ ടൗണിന്റെ പേരെന്താ അറിയോട്ടേക്ക്? ജിന്നോഡാറി. ജിന്നോദാർഹിയോ? അതെന്നാ? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ സ്ഥലത്തിന്റെ പേര്. ഇവിടെ എന്തോ ആൾക്കൂട്ടം എന്തോ പരിപാടിയാ. കല്യാണായിരിക്കും. നെഞ്ചും കൂടെ അടിച്ചു. എന്റെ പൊന്നെ, വണ്ടിയൊക്കെ ഇടിക്കണ വണ്ടി വരെ കുലുങ്ങും. അപ്പൊ അതിന്റെ ചോട്ടി നിൽക്കുന്ന പൊട്ടന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അവരൊക്കെ ആട്ട് നിലച്ചു പോകില്ലേ? അത് ഇവർക്ക് അങ്ങനെ ഒരു അവരുടെ ഒരു ഇതാണത്, അവർക്കതൊരു കഴിവാണ്. ഞാൻ നോക്കുമ്പോഴേ ഈ നമ്മുടെ ഈ ബേക്കിലെ മിറർ ഇല്ലല്ലോ, അതുവരെ കിടന്ന് ഷിവറും ചെയ്യും. ഞാൻ എന്റെ കൈയും കാലൊക്കെ വിറക്കണ പോലെ തോന്നി അങ്ങനെ അവസ്ഥ. അപ്പൊ അതിന് ചോട്ടി നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇവിടെ ഈ റോഡ് സൈഡിൽ കിടക്കുന്നൊക്കെ നന്ദികളാണോ? എല്ലാ നന്ദികളല്ല തോന്നുന്നു. അതായത് കാള, അതായത് ശിവന്റെ വാഹനം എന്നാണ് പറയാ. പക്ഷെ അത് എല്ലാം അല്ലല്ലോ. ഇവിടെ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന എല്ലാ എണ്ണോ അങ്ങനത്തെ അല്ലല്ലോ. അയ്യോ, അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അല്ല, നമ്മള് റോഡിൽ കുറേ ഇനത്തിനെ കാണുമല്ലോ. പക്ഷെ നന്ദി എന്ന് പറയുമ്പോ മേക്കിന് കുറച്ചൊരു മുഴ പോലെയുള്ളതാണല്ലോ. കാളയാണ് യമണ്ടൊക്കെ സാധന. ചിലങ്ങള് അല്ല, അതുങ്ങളെല്ലാം സൈലന്റ് ആണ്, പക്ഷെ ചിലതുങ്ങള് സൂക്ഷിക്കണം. വീഡിയോസിലൊക്കെ കാണാറില്ലേ വണ്ടി എടുത്തെറിയുന്ന. അതിന് ഭയങ്കര ആരോഗ്യമാണ് അതിന്. പിന്നെ അതിനെ കണ്ടാൽ തന്നെ അറിയത്തില്ല, മറ്റേ ജിമ്മിലൊക്കെ പോകുന്ന പോലെ മാസത്തിലൊക്കെ ഉരുട്ടി ബോഡി ബിൽഡർ ആണ്. ചേട്ടേ, അങ്ങനെ നമ്മളില്ലേ ഗംഗാ നദീന്റെ മുകളിലേക്ക് കയറാൻ പോവാ. ഗംഗാ റിവർ. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് മാപ്പ് പറയുന്നത്. അമ്മച്ചി വരണം, അമ്മച്ചി. ഇവിടെ ഒരുപാട് ഘട്ടുകളുണ്ട് കേട്ടോ. ഇവിടെയും ഘട്ടുകളുണ്ട് അല്ലേ? ഇഷ്ടം പോലെ. ഘട്ടുകളില്ലാത്ത ഏരിയ ഇല്ലേ? അതായത് ഗംഗാ റിവറിലാണ് കൂടുതൽ, ഗംഗ യമുന അതിലൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതൊക്കെ പുണ്യ നദികളാണ്. പുണ്യ നദികളിലാണല്ലോ ഉണ്ടാവുക. ഇവിടെ ഇതൊരു ഘട്ടല്ലേ? ഇതൊരു ഘട്ടാന്ന് തോന്നുന്നു. ഇതൊരു ഘട്ടാണ്, ഘട്ടം ഘട്ടമായിട്ടാണ്. അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ. ഗംഗയൊക്കെ വലിയ നദിയല്ലേ, വെള്ളം ഇല്ലെങ്കിൽ മോശമല്ലേ? അപ്പുറത്ത് കുറെ ഘട്ടുകളുണ്ട്, കാണുന്നില്ല അങ്ങനെ ക്ലിയർ ആയിട്ട്. നമുക്ക് ഇവിടെ ഫോണിൽ മനസ്സിലാവില്ല, പക്ഷെ ഞങ്ങൾക്ക് കാണാം കേട്ടോ. പക്ഷെ ഇതൊക്കെ വൃത്തികേടാവുന്നേ. റിവറൊക്കെ, റിവറിലേക്കൊക്കെ ചുമ്മാ അതും ഇതൊക്കെ വേസ്റ്റ് ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ന്യൂസിൽ കണ്ടില്ലേ, റിവറിലേക്ക് നെയ്യ് ഒഴിച്ചത്. അതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കണെങ്കിൽ ഒരു ജീവിക്കെങ്കിലും ചെയ്യും. ഒന്നും ചിന്തിക്കില്ല. ഇതെന്ത് വണ്ടി ഏട്ടേ? ഇതാണ് സ്പീക്കർ വണ്ടി. അതായത് ഇതില് വേറെ കാര്യം ഞാൻ പറയട്ടെ, നേരത്തെ കണ്ട വണ്ടിയില്ല നമ്മള് പാട്ടുണ്ടായിരുന്നേ, അതിന്റെ പകുതി ഉള്ളു ഇത്. എന്നാലും ഇതിലങ്ങ് പാട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ. റവ, നമ്മള് റവയിലേക്കാണ് നോക്കി പോകുന്നത്. നമ്മളുണ്ടല്ലോ ഏതൊക്കെയോ യാത്രയിൽ ഈ റവ വഴി പോയിട്ടുണ്ട്. ഏതൊക്കെയോ യാത്രയല്ല, നമ്മുടെ ആദ്യത്തെ ആ യാത്രയിലാണ് നമ്മള് ഫസ്റ്റ് നേപ്പാൾ യാത്രയില്. ആ യാത്രയിൽ നമ്മള് വാരണാസിയൊക്കെ പോയി അങ്ങനെയൊക്കെ. ഇവിടെ ചെറിയ പയ്യന്മാരൊക്കെയാണോ സ്കൂട്ടി ഓടിച്ചു പോണേ? ഇവിടെ അങ്ങനെയൊക്കെയാ. പിന്നെ അതുമല്ല, ഇവിടെ ഒക്കെ കൂടുതലേ ഇൻഡിക്കേറ്ററോ ചേട്ടന്റെ ഇവിടെ അതെന്താന്നൊന്നും അറിയില്ലടി. ഇൻഡിക്കേറ്റർ എന്താന്ന് അറിയില്ല. അങ്ങനെ എല്ലാം ചോദിക്കാണ്ട് ഞാൻ ശരിക്കും അങ്ങനെ ചോദിച്ചേ ഉള്ളൂ. നമ്മളെ മര്യാദ കീപ്പ് ചെയ്യണല്ലോ. അതേ ഉള്ളൂ. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ സൈഡ് നോക്കി നന്നായിട്ട് പോയിക്കോളുക. നമ്മുടെ വണ്ടിക്ക് പോറലും പൊട്ടലൊന്നും ഉണ്ടാവാണ്ട് നമ്മള് നോക്കുക, അത്രേ ഉള്ളൂ. അവനവന് വണ്ടി തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാണെന്നുള്ളു. ഇവിടെയൊക്കെ വലിയ വലിയ റൂട്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ, റോഡ് എല്ലായിടത്തും സെറ്റപ്പ് ആവട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ടൗണിന്റെ പേര് സബ്രി എന്നാണ് കേട്ടോ. നല്ല പേര്. നല്ല പേര്. അങ്ങനത്തെ ഒരു ടൗണിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺ തന്നെയാണ്. ഇത് ആംബുലൻസ് ബൊലേറോ ആണ്. ബൊലേറോ നിയോ. ബൊലേറോ ഒക്കെ ആംബുലൻസ് ആണ് ഇവിടെ അല്ലേ? ഇവിടെ കാണാൻ അങ്ങനെ പലതും കണ്ടെന്നിരിക്കും. അല്ല നമ്മളൊരു വിഷയല്ലോ. ശരിക്കും ചോദിക്കേണ്ട എന്താണെന്നറിയോ, എനിക്ക് ഞാൻ കടിച്ചമർത്താണ്. പല സമയത്തും ഞാൻ കടിച്ചമർത്താണ്. വേറെ വഴിയില്ല. അവൻ അപ്പുറത്ത് കൂടെ ഒരു വണ്ടി പോകുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചവിട്ടണം. അല്ലാണ്ട് നമ്മുടെ നെഞ്ചത്തേക്ക് വരികയല്ല ചെയ്യണ്ടേ. നമുക്ക് റവേ പോയിട്ടേ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം.
അതിനിടയില് കുട്ടച്ചണെന്ന് പറഞ്ഞ അവസ്ഥയല്ലേ, കല്ലി പിടിച്ചിരിക്കുമ്പോ. നാട്ടിലൊന്നും പക്ഷെ ഇങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ, ഇങ്ങനത്തെ മര്യാദകളൊന്നും ഉണ്ടാവും. ഇത് MP വണ്ടിയാണല്ലോ. ഇന്ത്യയൊക്കെയാണ്, ബോധം വേണ്ടേ. ഓൾമോസ്റ്റ് ഇവിടെയുള്ള ഇവിടെയുള്ള സംസ്ഥാനത്തുള്ളതെങ്കിലും കുറെ എണ്ണെങ്കിലും പൊട്ടന്മാര് തന്നെയാണ്. അവന്മാർക്കൊന്നും തലയിൽ വെളിവില്ല. ഒരു കൊറേ പാർട്ടിയും അതും ഇതൊക്കെ തലയ്ക്കും പിടിച്ച് മതവും ജാതിയും തലയ്ക്കും തിന്ന് മട്ടായങ്ങളാണ്. ചെറിയ പിള്ളേരെ വായിൽ വരെ ഇറക്കിയേക്കുന്ന സിനിമേന്റെ പേരാണ് കേരള സ്റ്റോറി. ഇവന്മാരെയൊക്കെ സ്റ്റോറി ആക്കിയുണ്ട്. നമ്മളൊക്കെ വേണം സ്റ്റോറി ഇറക്കാൻ. അനുഭവിച്ചവര്, നമ്മൾ സ്ഥിരം കാണുന്ന ഓരോ കാഴ്ചകള് അനുഭവിച്ചവര് വേണം സ്റ്റോറി ഇറക്കാൻ. ഇതുണ്ടോ, നമ്മൾ തിരിയേണ്ട സ്ഥലം കൊറേ അങ്ങെത്തിക്കായിട്ടാണ് നമ്മളെ തിരിക്കുന്നത്. ഫുള്ള് ബാരിക്കേഡ് വെച്ച് അങ്ങോട്ട് അടച്ചു വെച്ചിരിക്കുക. കാരണം ഒന്നും അറിയില്ല. പോലീസുകാർ എന്നിട്ട് ഒന്ന് തിരിയാനൊന്ന് നോക്കുമ്പോഴേക്കും പോലീസുകാരവിടെ ഫുള്ള് വിസിലടിക്കുക. അങ്ങനെ എല്ലാ ആൾക്കാരും 6 കിലോമീറ്റർ തിരിഞ്ഞു വന്നിട്ടാണ് U-turn കിട്ടുന്നത് കേട്ടോ. എന്തിനാ ഇങ്ങനെ കെട്ടിച്ചേക്കുന്നത് ആർക്കറിയാം. ഇവിടെ ശരിക്കും നമുക്ക് U-turn ഒന്നും വേണ്ട, അവിടുന്ന് ജസ്റ്റ് അങ്ങ് തിരിഞ്ഞു കയറാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഫുള്ള് ഇതിങ്ങനെ ബാരിക്കേഡ് വെച്ച് വെച്ചേക്കുമല്ലേ, ഒരു കഷ്ടമാണ്. അതിന്റെ ഇടയിൽ കൂടിയാണെങ്കിൽ മറ്റേ ഈ റിക്ഷയില് മറ്റേ അരിയും നെല്ലോ അങ്ങനെ എന്തോ സാധനങ്ങൾ ചാക്കിൽ കൊണ്ടുപോകുന്നുണ്ട് മുന്നില്. അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു, പക്ഷെ റോട്ടിൽ അതുകൊണ്ട് ബ്ലോക്ക് ആവുന്നത്. അതാ പോകുന്നു. അത് എന്തോരം വെയിറ്റ് ഉണ്ടല്ലോ അതില്. അതാ ഞാൻ പറഞ്ഞ ആ സാധനത്തിനെ ഞാൻ പറഞ്ഞേ. അതിനിടയ്ക്ക് ഈ സാധനം സൈഡിലെ സ്കൂട്ടിയും സൈക്കിളും എല്ലാം കൂടി ആയിട്ടുണ്ടല്ലോ. ഒരു സാമ്പാറാണ്. മര്യാദക്കുള്ള വണ്ടികൾക്കൊന്നും പോവാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ടൗണിലായതുകൊണ്ടാ. ടൗണിൽ കേറിയ പൊതുവെ ഇങ്ങനെ തന്നെയാണ്. ഇവരെ മാത്രം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവർക്കും പോണ്ടേ. ഇവിടുന്നാണ് നമുക്ക് തിരിയേണ്ട. ശരിക്കും അടുത്ത വളവിന്ന ടൗണിന്റെ ഒത്ത നടുക്ക് കൂടിയാട്ടോ ഞങ്ങളെ വിടുന്നേ. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ. കടകളൂല്ലേ, ഇങ്ങോട്ടെത്തിയപ്പോ ചെറിയ തിരക്ക് പറഞ്ഞു. ടൗണിന്റെ പേര് പറഞ്ഞേ സൈറയോ അങ്ങനെ എന്തോ ആയിരുന്നു, പേര് മറന്നുപോയി. എന്താണേലും കൊള്ളാം, അടിപൊളി. ചട്ടികൾ കണ്ടോട്ടെ, ദൂര മറ്റേ വെള്ളത്തിന്റെ ഇതൊക്കെ ഉണ്ട്. ടാപ്പൊക്കെ പിടിപ്പിച്ചിട്ടുള്ള മണ്ണിന്റെ. അതെ, കൂജയോ പൂജയാണോ? പൂജയല്ല, കൂജ. മുളക് കിടക്കുന്നുണ്ടോ? മുളകിന്റെ കളറും ഉണ്ടോ? ഓ, റെഡ് കളർ കണ്ടിട്ട് തന്നെ അല്ലേ. ഒരെണ്ണം എടുത്ത് തിന്നാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും അല്ലേ. അടിപൊളിയാവും. ഇവിടുന്ന് വീട് വരെ ഓടാനുള്ള എനർജി കിട്ടും, അങ്ങനത്തെ എരിവായിരിക്കും. ഇവിടേക്ക് ഇപ്പൊ ചെറിയ തിരക്ക് കുറവുണ്ടല്ലോ. പശുക്കൾ വേസ്റ്റ് തിന്നുന്നു, അതാണ് കുപ്പപ്പശു. കുപ്പപ്പന്നി എന്നൊക്കെ പറയണല്ലേ. ഈ സൈഡിൽ കൂടെ പോകുന്ന വണ്ടി ഏതാ? ഇതാണ് രഥം. കല്യാണത്തിന്റെ രഥം. അതില് കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടേ. അത് കൊറേ ആൾക്കാരുണ്ടായിരുന്നു, 4-5 പേരുടെ മേളിലുണ്ട് ആ വണ്ടിയുടെ ഉള്ളില്. നമുക്കേ ഒരു ചായ കുടിച്ചാലോ? നല്ല തീരുമാനം. എന്താന്നറിയോ, കുഞ്ഞാറ്റയ്ക്ക് ചായ വേണേന്ന് വണ്ടിയെ കേറിയപ്പോ തൊട്ട് പറയുന്ന. ഇവിടെ പരിപാടി കട്ട് തിന്നെ, അവിടെ ചിക്കൻ കട്ട് തിന്നല്ലോ പരിപാടി അവിടെ. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കള്ളി, കുഞ്ഞു കള്ളിയെ. ചായ മേടിച്ചു തരാട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം മടുത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി. പക്ഷെ അധികം നമ്മൾ ഓടിയിട്ടുമില്ല, 200 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്, നമ്മൾ പാസ് ആയിട്ടില്ല ഇതുവരെ. കാരണം എന്താ പറയാ, നമ്മൾ ഇത്രയും ദിവസത്തെ ഒരു യാത്ര ഇത് നല്ലൊരു സെറ്റപ്പ് കണ്ടുകൊണ്ട് നിർത്തിയതാട്ടോ. ചായക്കട ഉണ്ടപ്പോ നിർത്തിയതാണ്. ഞാൻ വലിയ സെറ്റപ്പ് ഒന്നും കണ്ടില്ലായിരുന്നു, പക്ഷെ ഇതിനുള്ളിൽ നല്ല സെറ്റപ്പാണ്. ചായ ഇല്ലിയൊക്കെ ഇട്ടില്ലേ. ആൻസിന്റെ മേളിൽ കണ്ടോടി, കച്ചിയാ അല്ലേ? ഇത് കൊള്ളാട്ടോ, അടിപൊളി. സ്റ്റാർട്ടർ എന്താ വേണ്ടത്? അപ്പൊ നമ്മള് പനീർ പക്കോടയാണ് പറഞ്ഞത്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇവരുണ്ടാക്കുമ്പോ ഒരു പ്രത്യേക അതെ. ചായ മിലേഗ എന്നല്ല, ചായ മിലേഗ എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടെന്നാണ്. നമ്മളിങ്ങനെ ചോദിക്കും, ചായ ബി ഹേ എന്ന് ചോദിക്കും. അങ്ങനെയാന്ന് തോന്നുന്നു ചോദിക്കണ്ടേ. അപ്പൊ അവര് ചായ മിലേഗ എന്ന് പറയും. തും കർത്താവായിരിക്കുമ്പോ ഹുമെന്നും, ഹും കർത്താവായിരിക്കുമ്പോ തുമ്മെന്നും ചേർക്കും. മനസ്സിലായോ? ഇനി അങ്ങനെ പഠിക്കേണ്ടി വരുമല്ലേ. ഹിന്ദിയിലൊക്കെ ഉണ്ടല്ലോ. A+ ഉള്ള ആളാ ഞാൻ. എനിക്കൊരു ഹിന്ദി അറിയില്ല. എന്നിട്ട് അല്ല, എന്റെ +2 ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് എന്റെ ഹിന്ദിയാണ്.
പക്ഷെ ഇപ്പൊ ഇവര് പറയുന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് നമ്മളെന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ഉത്തരത്തിന്റെ ഒരു ചെറിയ ഇതുണ്ടാവുമല്ലോ, ആ ചോദ്യം അതിൽ ആ ഹേ എടുത്ത് കളഞ്ഞിട്ട് തിരിച്ചെഴുതും. അങ്ങനെയൊക്കെ നമ്മൾ ഞാനങ്ങനെയാ. അങ്ങനെ നമ്മുടെ പനീർ പക്കവടയും ചായയും വന്നിട്ടോ. ചേട്ടൻ തന്നെ കൈ കൊള്ളുന്നു. പിന്നെ പോയി തുടരുന്നേ, നല്ല ചൂടുണ്ടേ. പനീർ പക്കവട ഇത് നമ്മള് അന്നൊക്കെ കണ്ട പോലത്തെ പക്കവട അല്ലല്ലോ, കുഞ്ഞിതല്ല, വലിപ്പമുണ്ട്, നീണ്ടിരിക്കുന്ന പക്കവടയാണല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയട്ടെ. എനിക്കെന്താ അറിയോ, എന്നെ കൊണ്ട് നിങ്ങൾ അല്ല പനീർ ഇഷ്ടമല്ല, പക്ഷെ പനീർ പക്കവട ഭയങ്കര ഇഷ്ടമാണ്. സോസ് ചമ്മന്തി ചുമ്മാ ഒന്ന് കഴിച്ചോട്ടെ ആദ്യം. എങ്ങനെയാണ്? നല്ല ചൂട് കേട്ടോ. പായ പൊള്ളാണ്ട് നോക്കണേ. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ പഴംപൊരി പോലെ പക്ഷെ ഉള്ളിൽ പനീർ. ഇതിനേക്കാളും നന്നാവുക ചെറിയ പീസായിട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. എരിവൊക്കെ അതിനുള്ളിൽ കയറും. പിന്നെ ചൂടാണ് കേട്ടോ. ഇത് കഴിക്കണ്ട സോസാണ് പിന്നെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടത്. അങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടോ. ഞാൻ ഈ സോസ് കൂട്ടി ഒന്ന് കഴിച്ചോട്ടെ. അതായത് ഇത് നോക്കിയേ, ചെറുതായിട്ട് കൊതി വരുന്നു. അതായത് നിനക്കാ ഈ അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു, അതറിയോ? അതായത് ഇപ്പൊ ഫ്രഷ് സാധനം ഇപ്പൊ ഉണ്ടാക്കിയതുള്ളൂ, അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റും ഉണ്ട്. ചമ്മന്തിയും കൂടി നോട്ടെ. നമ്മള് പറ്റിക്കല്ല കുഞ്ഞാറ്റെ അപ്പായി. കൊള്ളാല്ലേ? ചമ്മന്തിനേക്കാളും നല്ലത് സോസാ ആണല്ലേ? ഞങ്ങളൊന്ന് നോക്കിട്ട് പറയട്ടെ ഇനി. അങ്ങനെ ഞങ്ങള് പനീറൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങള് വണ്ടി കയറിട്ടോ. ബാക്ക് ടു ഹൈവേ. അതെ, ബാക്ക് ടു ഹൈവേയിൽ കയറി. ഇരുട്ടായി തുടങ്ങിയില്ലേ? ഇരുട്ടായി. എത്ര രൂപയായിരുന്നു ചായക്കും പനീറിനും കൂടി? അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. 350 രൂപ 3 ചായയും ഒരു പനീർ പക്കാവടയും ആന്ന്. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അയാളുടെ ആ ഒരു വർത്താനം കേട്ടപ്പോഴേ ആന്ന്. അതെ, അപ്പൊ നമ്മുടെ 3 ദിവസം 2 ദിവസത്തെ ഫുഡ് പോയില്ലേ? 2 അല്ല, ഒരു ദിവസം മൊത്തം കഴിക്കേണ്ട ഫുഡിന്റെ പൈസ വെറുതെ ഉണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ഇത് നല്ലൊരു പമ്പാണല്ലോ. മൊത്തം ലോറിയാ. ചിലവര് പറയേ നിങ്ങൾ ലോറിക്കാരെ മൊത്തം അങ്ങനെ ആക്ഷേപിക്കരുത്. അതായത് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ ലോറിക്കാരെ അല്ല, അത് നിങ്ങൾ ചിന്തിക്കണം. അതായത് നമ്മൾ പറയുന്നത് ഈ നോർത്ത് ഇന്ത്യ ഈ ലോറിക്കാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ലോറിക്കാർക്ക് നല്ല ഏറെക്കുറെ ഉള്ള ആൾക്കാരുടെ ഒരു പ്രശ്നമാണ്, അവർ ബാത്റൂമിൽ പോയ വെള്ളം ഉപയോഗിക്കില്ല. അതാണ് മെയിൻ വിഷയം. അത് വീട്ടിലിരുന്ന് നമ്മൾ ലോറിക്കാരെ കുറ്റം പറയാന്ന് ആൾക്കാർ വിചാരിക്കും. പക്ഷേ ഒരു ബാത്റൂമിൽ കയറി നോക്കണം, അപ്പോഴാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഇത് അറിയണമെങ്കിൽ ബാത്റൂമിൽ തന്നെ കയറണം. അതായത് ഇവര് വെള്ളം ഒഴിക്കൂല, ജസ്റ്റ് വേഗം വന്ന് കാര്യം സാധിച്ച് വേഗം വണ്ടി എടുത്തു പോകും, മുറുക്കി തുപ്പി അലമ്പാക്കി പോകും. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യ സ്റ്റോറി ഇറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതൊക്കെ വീഡിയോ ഉൾപ്പെടുത്തും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അതെ, നമ്മൾ ഇതിന് മുന്നത്തെ ട്രിപ്പിലൊക്കെ ഇങ്ങനെ ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ആൾക്കാർ നമ്മൾ തുറന്നു നിങ്ങൾ നോണ പറയാന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇനി അതിനകത്തേക്ക് വല്ലാത്ത പ്രലോഭിപ്പിക്കരുത്, ഞങ്ങൾ കാണിച്ചളയും. കാണിച്ചിട്ട് നിങ്ങൾ പിന്നെ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു. അതൊന്നും നമ്മുടെ അടുത്ത് പലരും പറഞ്ഞു, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്, അപ്പൊ അങ്ങനത്തെ ഇതൊന്നും കാണിക്കരുത്. ഇതൊരു തമിഴ്നാട് ലോറിയാണോ? ആണോ? അല്ലേ? അല്ല അല്ല. പിന്നെ എന്താണ്? TN 52. ഇനി അങ്ങനത്തെ കുറെ വണ്ടികളൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മളെ തമിഴ്നാട് കേരള വണ്ടികൾക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു മര്യാദയുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല. ഇവര് ചുമ്മാ കാളപൂളം തുപ്പി അവരെ വണ്ടി വരെ കാണിച്ചു വെച്ചേക്കുന്ന കണ്ട 2 ഡോറിന്റെ 2 സൈഡൊക്കെ അവര് തുപ്പി നാറ്റിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ലോറിക്കാരാണെന്ന് പറയുന്നത്. നമ്മുടെ കേരള ലോറിക്കാരെ അല്ല കേട്ടോ. അതെ, അവിടെ നോക്കി ഗോതമ്പിന്റെ അത് പൊളിച്ചല്ലേ, കൊണ്ടത്താതെ ഒരു ഗോതമ്പ് ഇങ്ങനെ വിളഞ്ഞു നിക്കട്ടോ. വിളഞ്ഞല്ല, ഗോതമ്പ് ആയി നിക്കുക. അപ്പൊ നമ്മളങ്ങനെ ചെറിയൊരു ചുരം കയറാൻ പോട്ടോ. ഈ ചുരം കയറി നമ്മൾ ഇറങ്ങുന്നുണ്ടല്ലോ, മധ്യപ്രദേശിലേക്കാണ് ഇറങ്ങുന്നത്. നമ്മൾ ഏതൊക്കെയോ ട്രിപ്പുകളിൽ ഈ വഴി പോയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് യാത്ര കാശ്മീർ പോയില്ലേ, ആ ട്രിപ്പ് നമ്മൾ തിരിച്ചു പോയത് ഈ റൂട്ടാണ്. ഈ റൂട്ടിൽ നമ്മൾ എന്തായാലും കേറിയിട്ടുണ്ട്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഈ റൂട്ടിൽ നമ്മൾ കാശ്മീർ പോയെന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഹൈദരാബാദ് കയറി ബാംഗ്ലൂരിലേക്കാ പോവാ. മറ്റേത് നമ്മള് ആന്ധ്രാപ്രദേശ് വഴി ചെന്നൈന്റെ അടുത്ത് എന്ന് കട്ട് ചെയ്ത് ബാംഗ്ലൂരിലേക്ക്, തെലുങ്കാന കയറാണ്ട്. ബാംഗ്ലൂരും നമ്മള് ബാംഗ്ലൂർ ടച്ച് ചെയ്യാണ്ട് നമ്മൾ ഏതൊക്കെ വഴി കൂടി പോവാ. അതെ.
ആ താഴേക്കൊന്ന് നോക്കി നോക്കൂ. എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചൊക്കെ എല്ലാം ഓർമ്മയുണ്ട്. നാനോയിൽ ഇരുന്ന് കാണിച്ച സെയിം റൂട്ട് അല്ലേ? നാനോയിൽ കുറച്ചും കൂടി താഴെയായിരുന്നു, കുറച്ചും കൂടെ പൊക്കത്താന്ന് മാത്രം. കാണോ അങ്ങോട്ട് സൈഡ് ആക്കണോ? വേണ്ട, അവിടെ വലിയ കാണാനൊന്നുമില്ല. അവരുടെ കുറെ ബിൽഡിങ്ങുകൾ മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. വീടുകളുണ്ടല്ലോ അവരുടെ, വീടുകൾ മാത്രമാണ് കാണാനുള്ളൂ. ഈ വഴി അന്ന് നമ്മള് ചെല്ലുമ്പോൾ നമ്മള് പറഞ്ഞു നല്ല അടിപൊളി വഴിയാണല്ലോ എന്നൊക്കെ നമ്മൾ അന്ന് പറയൂ. ഈ വഴി കണ്ടിട്ടുണ്ടോ? ഓ, അതെങ്ങനെ കൊച്ചു കണ്ടേ? ആ അതെ അതെ, അത് അമ്മയുടെ വയറ്റിലായിരുന്നു. ശരിയാ. നല്ല കുഞ്ഞെ, കൊച്ചിനെ വീട്ടിലാക്കിയിട്ടല്ലേ ഞങ്ങൾ ഈ യാത്ര പോയത്. അതെ. കുഞ്ഞായിട്ട് ഒരു പാട്ട് പാടാവോ? പാട്ടും തുടക്കം. തീവണ്ടി വേണ്ട, കൊള്ളില്ല പാട്ട്. കൊച്ചു പാട്ട് കണ്ടുപിടിക്കേ കേട്ടോ. അതെ, അപ്പത്തേക്കും നമുക്ക് കുറച്ചു നേരം മുന്നിലേക്ക് നോക്കിയിരിക്കാം. ഏതാ? ചക്കടിയാ. നമ്മളെ മധ്യപ്രദേശ് എത്താനായപ്പോ ഫുള്ള് വീടുകളുടെ ഒക്കെ ശൈലികളും കാര്യങ്ങളെല്ലാം മാറി. വീടുകളാണേലും ആ സ്ഥലങ്ങളാണേലും അല്ലേ, മൊത്തത്തിലൊരു മാറ്റം. ഞാൻ പറയട്ടെ, നമ്മൾ ഈ വഴി വന്നപ്പോ എങ്ങനെയായിരുന്നു അറിയട്ടെ, നല്ല പച്ചപ്പുള്ള സമയത്ത് നമ്മൾ വന്നേ. ഈ മൊട്ടക്കുന്നെല്ലാം ഇങ്ങനെ പച്ചച്ച് കിടക്കുമായിരുന്നു. ഇപ്പൊ വരണ്ട് കിടക്കുകയാണ്. ഇപ്പൊ ഉണക്കിയുള്ള സമയത്തും ആയില്ലേ? അതെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇവിടെ ഫ്രണ്ട് പോലും കേൾക്കാത്ത വീടുകളാ. ഇത് ഭയങ്കര കുടില് പോലത്തെ വീടുകളാ. അതിങ്ങനെ ഉണങ്ങി വരണ്ടൊക്കെ കിടക്കും, ദാരിദ്ര്യമുള്ള ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്യും. അതെ, നമ്മുടെ ലഡാക്ക് യാത്രയിൽ നമ്മള് മധ്യപ്രദേശ് കയറിയത് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ വീട് നമ്മൾ ഫോറസ്റ്റിന്റെ അകത്ത് കൂടി തന്നെയായിരുന്നു. ഇതില് നമുക്ക് അനുഭവത്തി വന്ന് ഇത്ര യാത്ര ചെയ്തപ്പോ അനുഭവത്തി വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കാരണവശാലും അവോയ്ഡ് ടോള് കൊടുക്കരുത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചൊരു മണ്ടത്തരായിരുന്നു അത്. കാരണം നമ്മൾ ലഡാക്ക് യാത്രയിൽ നമ്മൾ പോയ ദൂരം എന്ന് പറഞ്ഞത് 14,000 കിലോമീറ്ററാണ്. അതില് എനിക്ക് തോന്നുന്നു നല്ലൊരു ദൂരവും നമ്മള് ടോള് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ 5,000 രൂപ ടോൾ അടച്ചു. അവോയ്ഡ് ടോള് കൊടുത്തിട്ട് നമ്മൾ 14,000 കിലോമീറ്റർ ആയെന്ന് പറയുമ്പോ എന്താണ്, എങ്ങനെയുണ്ട്? പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നമുക്ക് ഈ ടോളിനെ പറ്റി അറിയത്തുമില്ല. ഈ ടോൾ അന്ന് വന്നിട്ടില്ല. ഇല്ല, ആഗസ്റ്റിൽ ഏതാണ്ട് ഇത് നിലവിലായിട്ടില്ല. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ യാത്ര പോകുന്നവരെല്ലാരും രാജ്മാർഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതുവഴി നേരെ അതിൽ കയറി ആനുവൽ പാസ് അങ്ങോട്ട് എടുക്കുക. യാത്ര പോവുക. അതെ, അങ്ങനെ നമ്മള് മധ്യപ്രദേശ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ അങ്ങോട്ട് നീക്കി വിടാൻ പറയണേ? അപ്പുറത്ത് കിടക്കുന്ന ഒരു സാധനം നോക്ക്. ഇതെന്തോ കമ്പനീന്റെ പൈപ്പാന്ന് തോന്നുന്നു. അവിടുന്ന് ഏതോ വണ്ടി എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിനാന്ന് തോന്നുന്നു. പോലീസ് ഒന്നല്ല, ഇവിടത്തെയൊക്കെ ഇത് കണ്ടോ? ഇവിടെ ഈ സംഭവം വിട്ടിട്ടുണ്ട്, ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് കയറുക, അതുകൊണ്ടാ. അങ്ങനെ നമ്മൾ അടുത്ത സംസ്ഥാനം കയറിയിരിക്കുന്നു, മധ്യപ്രദേശ്. ഇവിടെ മറ്റേ RTO ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങുള്ളിലല്ലേ? അതൊന്നും ഇല്ല ഇപ്പൊ. അങ്ങനത്തെ പരിപാടി ഇല്ലടി. അല്ല, വേറെ സ്ഥലത്തായിരിക്കും ചിലപ്പോ ചെക്കിങ് ഉണ്ടാവുക ഇവരെ. അങ്ങനെയല്ല, ഈ RTOന്റെ പരിപാടി നിർത്തിച്ചായിരുന്നു. ആണോ? അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ അല്ലേ പോലെ എന്തോ സംഭവം. അത് വേറെന്തോ അരിയാണ്, അരി ശേഖരണം. എന്തോരം അരിയെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ. അവിടുന്ന് ലോറിയിൽ ഇങ്ങനെ അരി കയറ്റുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലുള്ള ആൾക്കാർ മാത്രം കഴിക്കുന്ന അരിയല്ല, ഇവിടെ എല്ലാരും കഴിക്കുന്നത് ബോയടി പെണ്ണാണ്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശ് കയറി. അതെ, അവര് തമ്മിൽ അടി ഉണ്ടാക്കി നമ്മളെ വേറെ. അല്ല, അതുങ്ങൾ അടി ഉണ്ടാക്കിയിട്ട് നേരെ റോഡിലേക്കാ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പമ്പിൽ സൈഡ് ആക്കിട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും സാധനങ്ങൾ, ഈ ലോഡ് കണക്കിന് സാധനങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ എത്തിക്കാനുണ്ട്. പുതിയൊരു സാധനം കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആൻറ്റീൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ പെങ്ങടെ പെട്ടി ഉണ്ടായിരുന്നതാണേ. അപ്പോൾ ഈ പെട്ടി ഒന്ന് വീട്ടിലെത്തിക്കുമോ എന്ന് ചോദിച്ച്, നമുക്കിതിപ്പോൾ വയ്യാവേലിയായി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എത്തിക്കാം അല്ലേ? അതെ, എത്തിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? എന്തായാലും നമുക്ക് മുമ്പിലേക്ക് എടുത്ത് വെച്ചാലോ? അപ്പൊ ഇതിനെയാണ് ആദ്യം പൊക്കണ്ടേ? അല്ല, ആ ബക്കറ്റ് ആദ്യം കൊണ്ട്. ബക്കറ്റാ? ബക്കറ്റിനാ. ഞങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ വെക്കുന്നതിന് അതിൻ്റെതായ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാലാണ് മൊത്തം ആവുള്ളൂ. പെട്ടി വെക്കുന്നത് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ഇതിനുള്ളിൽ ഞങ്ങളുടെ 2
ഓൾറെഡി ഉണ്ടായിരുന്ന 2 ബാഗിൽ ഉണ്ടായിരുന്ന സകല സാധനങ്ങൾ ഈ പെട്ടിക്കകത്ത് വെച്ചിട്ടാണ് അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അല്ല ഇനി അതൊക്കെ എടുത്താ വേഗം കിടക്കണ്ടേ? പെട്ടി വെക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. അല്ല അത് ഞാൻ വരാം. അങ്ങനെ ഞങ്ങള് പെട്ടീനെ ഒരു വിധത്തിൽ തലയും കുത്തിനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തലയും കുത്തിനെ വെക്കല് നടക്കുള്ളൂ അല്ലേ? ഇനിയും തരാനുണ്ട്. ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അങ്ങോട്ട് വെച്ചോ. അങ്ങനെ നമ്മള് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പനും മോളും സൈഡായേ. അത്യാവശ്യം നന്നായിട്ട് ഓടിയില്ലേ? ഓടിയാല് മാത്രല്ല മടുത്തുന്ന്. അതെന്താ നമ്മള് കൊറേ ദിവസം അവിടെ ഇരുന്ന് സൂചിച്ചിട്ടേ പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിയിട്ടുള്ള. പറ്റില്ല. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. പിന്നെ നമ്മളിപ്പോ എവിടെ എത്തിയെന്നറിയോ? റവ സിറ്റി എത്തി. അതായത് മധ്യപ്രദേശിലെ റവ എന്ന് പറയുന്ന സിറ്റി എത്തുന്നതിന് ഒരു 25 കിലോമീറ്റർ മുമ്പാണ്. റവ എത്തുമെന്ന് ഇന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ നമ്മള് റവ എത്തി. നമ്മളൊന്ന് 300 സംതിങ് കിലോമീറ്റർ ഓടി. അതെന്താ വെച്ചാൽ വഴിയേ നല്ല വെടിച്ചില്ല വഴിയാ. പൊടി പൊടി എന്തൊക്കെയോ പറയും. തൊലി അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കണേ ആണല്ലേ? മനസ്സിലായില്ലേ? എന്നാ ഗുഡ് നൈറ്റ്. അപ്പൊ പുതിയ വീഡിയോയില് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.